എനിക്കും ദിവസത്തിന് ഒരേ കളറിൻ്റെ ഡ്രസ്സ് വളരെ കുറവാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾ ഒരുങ്ങി വന്നപ്പോൾ ഒരുപോലത്തെ ഡ്രസ്സ് കേട്ടോ. ഞാനും വൈറ്റ് അവനും വൈറ്റ്. അപ്പോൾ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ചെയ്തതല്ല, മനഃപൂർവ്വം ഇട്ടതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് ഇന്ന് മധുരവനത്തിലേക്കാണ്. മധുരവനം എന്ന് വെച്ചാൽ ഒരു തട്ടുകടയാണ് കേട്ടോ പുതിയതായിട്ട് വന്നത്. പൊന്നു തിങ്കളാഴ്ച അമ്മു നാളെയും പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് എല്ലാം ഷടപടേന്നായിരുന്നു. അപ്പോൾ വാതുക്കല ജനലിൻ്റെ മിററിൽ നിന്നാണ് കേട്ടോ ഒരുത്തി മുടി കെട്ടുന്നത്. പിന്നെ അമ്മേനെ ഒരുക്കുകയാണ്. അമ്മക്ക് ഒരുങ്ങാനൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഒരുക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മുവാണ് ഷാളൊക്കെ പിന്നൂത്തി കൊടുക്കുന്നത്. പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. ഫുൾ വോളിയത്തിൽ പാട്ടൊക്കെ വെച്ച് നല്ല ചില്ല് ചെയ്താണ് കേട്ടോ ഞങ്ങൾ പോയത്. അല്ലെങ്കിൽ അമ്മു ഞാനും പൊന്നും കൂടിയാൽ പിന്നെ അതൊരു പൂരപ്പറമ്പ് തന്നെയായിരിക്കും. സത്യം പറഞ്ഞാൽ 10 മിനിറ്റത്തെ ഓട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പാട്ട് കഴിയുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. ഇത് ഓപ്പൺ ആയിട്ട് 1 കൊല്ലം ആയെങ്കിലും ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. വീട്ടിൻ്റെ അടുത്ത് തന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അങ്ങനെ പോവാറൊന്നും ഇല്ല കേട്ടോ. കണ്ട മധുരവനം എന്ന് എഴുതിയത് തട്ടുകട എന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഫാസ്റ്റ് ഫുഡ് ആയതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കുള്ള പൊറാട്ടയാന്ന് തോന്നുന്നു ചേട്ടൻ ചുടുന്നത്. നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ എത്തി. റൊട്ടിയും പൊറാട്ടയും കുബൂസാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. കൂടെ കഴിക്കാൻ അൽഫാമും. അങ്ങനെ എല്ലാവരും ഓരോ റൊട്ടി എടുത്തു. റൊട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു റൊട്ടി കഴിക്കുമ്പോഴേക്കും എനിക്ക് വയറ് കയറിയിട്ടുണ്ടായിരുന്നു. ദേവൂസ് കുബൂസാണ് കഴിച്ചത്. പിന്നെ ഒരു പൊറാട്ട എടുത്തെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പകുതി കഴിച്ച് പകുതി ഞാൻ അവിടെ തന്നെ വെച്ചു. വയറ് നിറഞ്ഞിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും സ്ഥിതി തന്നെയായിരുന്നു. പിന്നെ മധുരം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഐസ്ക്രീമും കൂടി വാങ്ങിച്ചു. ഐസ്ക്രീമും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാറിൽ കയറി വീട്ടിലേക്ക് പോകുന്നു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.